പൊളിറ്റിക്കൽ സയൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്. അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതിന്റെ ബാലൻസ് പാർട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, അതായത് രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ. 1967 ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസിനെ നയിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ വിലയിരുത്തി. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഒപ്പോസിഷൻ യൂണിറ്റി, അതായത് പ്രതിപക്ഷ ഐക്യം. അതായിരുന്നു 1967 പൊതു തെരഞ്ഞെടുപ്പിനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേരിട്ടപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് പ്രതിപക്ഷ ഐക്യമായിരുന്നു. ബിഫോർ ദി ഫോർത്ത് ജനറൽ ഇലക്ഷൻ, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഹാഡ് ടു ഫേസ് ദി ചാലഞ്ചസ് റൈസ്ഡ് ബൈ ഒപ്പോസിഷൻ പാർട്ടീസ്. നാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഇലക്ഷനെ നേരിട്ടപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് പ്രതിപക്ഷത്തിന്റെ ഐക്യമായിരുന്നു. When the opposition parties realized that the basis of Congress victory was division of non-Congress vote, അതായത് കോൺഗ്രസ് ഇതര വോട്ടുകൾ ചിഹ്നിച്ചു പോകുന്ന അല്ലെങ്കിൽ ചിതറി പോകുന്നതാണ് ഇത്രയും കാലം കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് നയിച്ചത്. അതായത് പ്രതിപക്ഷ ഐക്യമില്ലായ്മയാണ് ഇത്രയും കാലം കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താമെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചു. When the opposition parties realized that the basis of Congress victory was division of non-Congress votes, they decided to make a united fight against the Congress party. അവരെല്ലാവരും കൂടി, പ്രതിപക്ഷ കക്ഷികൾ എല്ലാം കൂടി ഒന്നിച്ച് കോൺഗ്രസിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. നാലാമത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ട്രെൻഡാണ് പ്രതിപക്ഷ ഐക്യം. അപ്പൊ നമ്മള് ദി സോഷ്യലിസ്റ്റ് ലീഡർ റാം മനോഹർ ലോഹ്യ കാൾഡ് ദി സ്ട്രാറ്റജി ആസ് നോൺ കോൺഗ്രസിസം. ഈ സ്ട്രാറ്റജി, അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഈ സ്ട്രാറ്റജിയെ നോൺ കോൺഗ്രസിസം എന്ന് അറിയപ്പെട്ടു. നാലാമത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ട്രെൻഡാണ് നോൺ കോൺഗ്രസിസം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതരത്വം. കോൺഗ്രസ് ഇതരത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നാളും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത് പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമില്ലായ്മയാണെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതിനെയാണ് കോൺഗ്രസ് ഇതരത്വം എന്ന് അറിയപ്പെട്ടത്. ഈ കോൺഗ്രസ് ഇതരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് റാം മനോഹർ ലോഹ്യയാണ്. ദി സോഷ്യലിസ്റ്റ് ലീഡർ റാം മനോഹർ ലോഹ്യ കാൾഡ് ദിസ് സ്ട്രാറ്റജി ആസ് non-Congressism. Ram Manohar Lohia argued that Congress rule was undemocratic and opposed to the interest of ordinary poor people. രാം മനോഹർ ലോഹ്യ വാദിച്ചു, കോൺഗ്രസ് ഭരണം അൺഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതുപോലെ തന്നെ ഇത് അപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു. എന്തിനെയാണ്? ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഡിനറി പുവർ പീപ്പിൾ, സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യങ്ങളെ എതിർക്കുന്നതാണ് കോൺഗ്രസ് ഭരണമെന്ന് റാം മനോഹർ ലോഹ്യ വാദിച്ചു. Therefore, the unity of non-Congress party was necessary for restoring democracy. ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര കക്ഷികളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന് റാം മനോഹർ ലോഹ്യ വാദിച്ചപ്പോൾ റാം മനോഹർ ലോഹ്യയാണ് കോൺഗ്രസ് ഇതരത്വം എന്ന ആശയം, നോൺ കോൺഗ്രസിസം എന്ന ഐഡിയ മുന്നോട്ട് വെച്ചത് റാം മനോഹർ ലോഹ്യയാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോൺഗ്രസ് ഇതരത്വം അല്ലെങ്കിൽ നോൺ കോൺഗ്രസിസം എന്ന ആശയം മുന്നോട്ട് വെച്ചതായ ഉത്തരം റാം മനോഹർ ലോഹ്യ. എന്താണ് നോൺ കോൺഗ്രസിസം? 1967 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര കക്ഷികളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. അവർ മനസ്സിലാക്കി എന്താണ്, തങ്ങൾ വേറിട്ട് നിന്നതാണ് കോൺഗ്രസിനെ ഇത്രയും നാളും വിജയത്തിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഇതര കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് കോൺഗ്രസിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. ഇതിനെയാണ് നോൺ കോൺഗ്രസിസം എന്നറിയപ്പെട്ടത്. നോൺ കോൺഗ്രസിസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് റാം മനോഹർ ലോഹ്യയാണ്. റാം മനോഹർ ലോഹ്യയുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഭരണം എന്ന് പറയുന്നത് അൺഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ വിരുദ്ധവും ഇതുപോലെ തന്നെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്ക് എതിരുമാണ്. സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഭരണമാണ് കോൺഗ്രസ് ഭരണമെന്ന് റാം മനോഹർ ലോഹ്യ വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താണ്? യൂണിറ്റി ഓഫ് നോൺ കോൺഗ്രസ് പാർട്ടി വാസ് നെസസറി ഫോർ റീസ്റ്റോറിംഗ് ഡെമോക്രസി. ഇന്ത്യയിൽ ജനാധിപത്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ നോൺ കോൺഗ്രസ് പാർട്ടികളെല്ലാം, അതായത് കോൺഗ്രസ് ഇതര കക്ഷികളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് റാം മനോഹർ ലോഹ്യ വാദിച്ചു. അപ്പൊ ഇതാണ് നോൺ കോൺഗ്രസിസം.
മനസ്സിലായല്ലോ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോൺ കോൺഗ്രസിസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നിങ്ങൾ എഴുതുക. ഉത്തരം റാം മനോഹർ ലോഹിയ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇലക്ടറൽ വെർഡിക്റ്റ്, തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് വിശകലനം ചെയ്യാം. 1967 ജനറൽ ഇലക്ഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ഇല്ലാതെ കോൺഗ്രസ് ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ആബ്സെൻസിൽ കോൺഗ്രസ് ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ കോൺഗ്രസിന്റെ പ്രകടനം, കോൺഗ്രസ് ദേശീയ തലത്തിലൊക്കെ വിജയിച്ചെങ്കിലും അത്ര തിളക്കമാർന്ന വിജയമൊന്നും കോൺഗ്രസിന് ലഭിച്ചില്ല. മുൻ വർഷത്തെ പോലെ തിളക്കമാർന്ന വിജയമൊന്നും കോൺഗ്രസിന് ലഭിച്ചില്ല. പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അധികാരം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൂട്ടുകക്ഷി ഭരണം, പ്രതിപക്ഷ ഐക്യം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ ഐക്യം തന്നെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാമായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷ ഐക്യം കാണാമായിരുന്നു. അപ്പം കോൺഗ്രസിന് അത്ര തിളക്കമാർന്ന വിജയമൊന്നും വിജയിച്ചുവെങ്കിലും, ദേശീയ തലത്തിൽ വിജയിച്ചുവെങ്കിലും അത്ര തിളക്കമാർന്ന വിജയമൊന്നും കോൺഗ്രസിന് ലഭിച്ചില്ല. ദി കോൺഗ്രസ് പാർട്ടി ഗെറ്റ് severe setback in national as well as state level. Even though Congress party managed to get a majority in Lok Sabha, the victory was not at all impressive. ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടിക്ക് മെജോറിറ്റി ഭൂരിപക്ഷം ലഭിച്ചു, അല്ലെങ്കിൽ മെജോറിറ്റി ലഭിച്ചെങ്കിലും അത്ര തിളക്കമാർന്ന വിജയമൊന്നും ലഭിച്ചില്ല. When compared to previous election, the number of seats win and the percentage of vote got by the party were very low. അതായത് മുൻപത്തെ ഇലക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സീറ്റുകളുടെ എണ്ണവും കുറവായിരുന്നു. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് വോട്ട്, അതായത് വോട്ടിംഗ് ശതമാനവും കോൺഗ്രസിന് വളരെ കുറവാണ്. നമുക്കൊന്ന് വിലയിരുത്താം. 1967 തെരഞ്ഞെടുപ്പിൽ 516 സീറ്റിലാണ് കോൺഗ്രസ് ലോക്സഭയിൽ മത്സരിച്ചത്. അതിൽ 238 സീറ്റുകൾ കോൺഗ്രസ് നേടി. വോട്ടിംഗ് ശതമാനം 40.78 ആയിരുന്നു കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം. 7ഓളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായപ്പോൾ വിജയമുണ്ടായി, ലോക്സഭയിൽ വിജയമുണ്ടായി. കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നെങ്കിൽ മുൻ വർഷങ്ങളിൽ കണ്ട പോലെ ഒരു തിളക്കമാർന്ന വിജയമൊന്നും കോൺഗ്രസിന് ഉണ്ടായില്ല എന്നത് തന്നെ നമുക്ക് പറയാം. 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഒരു തിളക്കമാർന്ന വിജയമൊന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. The election of 1967 brought two phenomena in political sphere. First one, formation of coalition. Second one, defection. 1967 പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ 2 രാഷ്ട്രീയ പ്രവണതകൾക്ക് തുടക്കം കുറിച്ചു. ഒന്നാമത്തത് മുന്നണികളുടെ രൂപീകരണത്തിനും മറ്റൊന്ന് കൂറുമാറ്റവും. 1967 തെരഞ്ഞെടുപ്പ് പുതുതായി 2 രാഷ്ട്രീയ പ്രവണതകൾ ഇന്ത്യയിൽ രൂപം കൊടുക്കുന്നതിന് കാരണമായി. ഒന്ന് മുന്നണികളുടെ രൂപീകരണവും രണ്ടാമത്തത് കൂറുമാറ്റവും. നമുക്കറിയാം, മുന്നണി ഗവൺമെന്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് കോൺഗ്രസ് ഒഴികെ മറ്റ് കക്ഷികൾ അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുന്നണി ഗവൺമെന്റുകളാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഒഴിച്ച് ബാക്കി പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണി ഗവൺമെന്റുകളായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പം ബീഹാറിൽ നിലവിൽ വന്ന മുന്നണി ഗവൺമെന്റിനെ അറിയപ്പെട്ടത് സംയുക്ത വിധായക് ദൾ എന്നാണ്. ബീഹാറിൽ രൂപം കൊണ്ട മുന്നണി ഗവൺമെന്റിനെ അറിയപ്പെട്ടത് സംയുക്ത വിധായക് ദൾ എന്നായിരുന്നു. പഞ്ചാബിൽ രൂപം കൊണ്ട മുന്നണി ഗവൺമെന്റിനെ അറിയപ്പെട്ടത് പോപ്പുലർ യുണൈറ്റഡ് ഫ്രണ്ട് എന്നായിരുന്നു. പോപ്പുലർ യുണൈറ്റഡ് ഫ്രണ്ട്. കേരളത്തിൽ രൂപം കൊണ്ട മുന്നണി ഗവൺമെന്റിനെ അറിയപ്പെട്ടത് യുണൈറ്റഡ് ഫ്രണ്ട് എന്നായിരുന്നു. ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാല്, മുന്നണി ഗവൺമെന്റ് എന്ന് വെച്ചാല് പ്രതിപക്ഷം അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുന്നണി ഗവൺമെന്റ് ആയിരുന്നു നിലനിന്നിരുന്നത്. തമിഴ്നാട് ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രതിപക്ഷം അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുന്നണി ഗവൺമെന്റ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഗവൺമെന്റുകളായിരുന്നു നിലനിന്നിരുന്നത്. ബീഹാറിലെ കൂട്ടുകക്ഷി ഗവൺമെന്റിനെ അറിയപ്പെട്ടത് സംയുക്ത വിധായക് ദൾ എന്നായിരുന്നു. പഞ്ചാബിലെ പോപ്പുലർ യുണൈറ്റഡ് ഫ്രണ്ട് എന്നറിയപ്പെട്ടു. കേരളത്തിലെ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് അറിയപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫെക്ഷൻ ആണ്, കൂറുമാറ്റം. 1967 ജനറൽ ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ കണ്ട മറ്റൊരു പ്രതിഭാസം അല്ലെങ്കിൽ ട്രെൻഡ് ആണ് ഡിഫെക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റം. If a representative leaves the party on whose symbol he was elected and joins another party, it may be called defection. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ഒരു പാർട്ടിയിൽ മത്സരിച്ച മത്സരാർത്ഥി
തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിയിൽ മത്സരിച്ച് ഒരു പാർട്ടിയിൽ നിലനിന്ന് ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചു, അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂറുമാറ്റം എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസിലെ പിളർപ്പെന്ന ഭാഗമാണ്. നമുക്കറിയാം 1967 ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസിന് മെജോറിറ്റി കിട്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു ലോക്സഭയിൽ. പക്ഷേ 1969 കോൺഗ്രസിന് പിളർപ്പിലേക്ക് കാരണമായി. കാരണം എന്താണ്? ദി പൊളിറ്റിക്കൽ ആൻഡ് പവർ റൈവൽറി ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സിൻഡിക്കേറ്റ് ഗ്രൂപ്പ്. ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റ് നേതാക്കന്മാരും തമ്മിലുള്ള രാഷ്ട്രീയ അധികാര വടംവലിയാണ് കോൺഗ്രസിനെ 1969 സ്പ്ലിറ്റിലേക്ക് അല്ലെങ്കിൽ പിളർപ്പിലേക്ക് നയിച്ചത്. അപ്പം സിൻഡിക്കേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദി നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ കോൺഗ്രസ് ലീഡർ കൺട്രോളിംഗ് പാർട്ടി ഓർഗനൈസേഷൻ. പാർട്ടി സംവിധാനങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന, നിയന്ത്രിച്ചിരുന്ന മുതിർന്ന നേതാക്കന്മാരെ അറിയപ്പെട്ടതാണ് സിൻഡിക്കേറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ അറിയപ്പെട്ട പേരാണ് സിൻഡിക്കേറ്റ്. അപ്പൊ എന്താണ് സിൻഡിക്കേറ്റ് എന്ന് ചോദിച്ചാൽ, നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ കോൺഗ്രസ് ലീഡേഴ്സ് കൺട്രോളിംഗ് പാർട്ടി ഓർഗനൈസേഷൻ. അപ്പോൾ പാർട്ടിയെ കൺട്രോൾ ചെയ്തിരുന്ന മുതിർന്ന നേതാക്കന്മാരുടെ സംഘത്തെ അറിയപ്പെട്ട പേരായിരുന്നു സിൻഡിക്കേറ്റ്. ആരൊക്കെയായിരുന്നു സിൻഡിക്കേറ്റ് ലീഡേഴ്സ്? എസ്.കെ. പാട്ടേൽ, കെ കാമരാജ്, എസ് നിജലിംഗപ്പ, എൻ സഞ്ജീവ് റെഡ്ഡി, അതുല്യ ഘോഷ്, മൊറാർജി ദേശായി. ഇവരിത്രയുമായിരുന്നു സിൻഡിക്കേറ്റ് നേതാക്കന്മാർ. ആരൊക്കെയായിരുന്നു സിൻഡിക്കേറ്റ് ലീഡേഴ്സ്? എസ്.കെ. പാട്ടേൽ, കെ കാമരാജ്, എസ് നിജലിംഗപ്പ, എൻ സഞ്ജീവ് റെഡ്ഡി, അതുല്യ ഘോഷ്, മൊറാർജി ദേശായി. ഇവരായിരുന്നു സിൻഡിക്കേറ്റ് നേതാക്കന്മാർ. എന്താണ് സിൻഡിക്കേറ്റ്? നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ കോൺഗ്രസ് ലീഡേഴ്സ് കൺട്രോളിംഗ് പാർട്ടി ഓർഗനൈസേഷൻ. ലീഡേഴ്സ് ആരൊക്കെയാണ്? എസ്.കെ. പാട്ടേൽ, കെ കാമരാജ്, എസ് നിജലിംഗപ്പ, എൻ സഞ്ജീവ് റെഡ്ഡി, അതുല്യ ഘോഷ്, മൊറാർജി ദേശായി. ഇവരായിരുന്നു സിൻഡിക്കേറ്റ് നേതാക്കന്മാർ. അപ്പൊ സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അധികാര വടംവലിയാണ് 1969 കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചത്. സിൻഡിക്കേറ്റ് പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ ഇലക്ടിംഗ് ഇന്ദിരാഗാന്ധി ആസ് ദി ലീഡർ ഓഫ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആൻഡ് thereby as the prime minister. These leaders expected that Indira Gandhi would follow their advice. അതായത് സിൻഡിക്കേറ്റ് നേതാക്കന്മാരാണ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനും കോൺഗ്രസ് പാർലമെന്ററി കക്ഷിയുടെ നേതാവാക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചത്. കാരണം ഈ നേതാക്കന്മാർ പ്രതീക്ഷിച്ചു ഇന്ദിരാഗാന്ധി ആകുകയാണെങ്കിൽ ഏത് കാര്യത്തിലും തങ്ങളുടെ ഉപദേശം തേടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. ബട്ട് കോൺട്രറി ടു ദിസ് എക്സ്പെക്ടേഷൻ ഇന്ദിരാഗാന്ധി gradually began to assert her position within the government and party. പക്ഷെ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഇന്ദിരാഗാന്ധി പാർട്ടിക്കുള്ളിലും ഗവൺമെന്റിനുള്ളിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ബട്ട് contrary to their expectation, Indira Gandhi gradually began to assert her position within the government and political party. She chose a group of trusted advisors from outside the party. പാർട്ടിക്ക് വെളിയിൽ നിന്ന് ഒരു കൂട്ടം ഉപദേശക സംഘത്തെ ഇന്ദിരാഗാന്ധി നിയമിച്ചു. സ്ലോലി ആൻഡ് കെയർഫുള്ളി ഇന്ദിരാഗാന്ധി സൈഡ്ലൈൻ ദി സിൻഡിക്കേറ്റ്. അങ്ങനെ ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റിനെ മറികടന്നപ്പോൾ സിൻഡിക്കേറ്റ് നേതാക്കന്മാരാണ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനും കോൺഗ്രസ് പാർലമെന്ററി കക്ഷിയുടെ നേതാവാക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചത്. കാരണം എന്താണ്? ഏത് കാര്യത്തിലും തങ്ങളുടെ ഉപദേശം തേടുമെന്ന് ഇന്ദിരാഗാന്ധി തങ്ങളുടെ ഉപദേശം നേടുമെന്ന് ഈ മുതിർന്ന നേതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി തങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി ഈ പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ ഗവൺമെന്റിനുള്ളിലും ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. പാർട്ടിക്ക് വെളിയിൽ നിന്ന് ഒരു കൂട്ടം ഉപദേശക സംഘത്തെ തങ്ങളുടെ ഭരണപരമായ കാര്യത്തിൽ ഉപദേശിക്കുവാൻ വേണ്ടി ഒരു ഉപദേശക സംഘത്തെ നിയമിച്ചു. അതുപോലെ തന്നെ സിൻഡിക്കേറ്റിനെ ഇന്ദിരാഗാന്ധി മറികടക്കുകയും ചെയ്തു. അപ്പൊ ഇന്ദിരാഗാന്ധി 1967 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പ്രധാനമായി നേരിട്ട രണ്ട് വെല്ലുവിളികളാണ് ഉള്ളത്. ഒന്ന് സിൻഡിക്കേറ്റ് ഉയർത്തിയ വെല്ലുവിളി, മറ്റൊന്ന് 1967 പൊതു തെരഞ്ഞെടുപ്പിൽ
1967 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പോപ്പുലർ സപ്പോർട്ട് നഷ്ടമായി, ജനപിന്തുണ നഷ്ടമായപ്പോൾ ജനപിന്തുണ തിരിച്ചു പിടിക്കണം, അതുപോലെ തന്നെ സിൻഡിക്കേറ്റിനെ മറികടക്കണം. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏകദേശം സിൻഡിക്കേറ്റിനെ മറികടക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിയും. പക്ഷെ 1967 ജനറൽ ഇലക്ഷനിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ നേടിയെടുക്കണം, അതായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി. അപ്പൊ അതിനുവേണ്ടി 1967 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് 2 ചലഞ്ചസ് ആണ് നേരിടേണ്ടി വന്നത്. ഒന്ന് ഏതാണ്? സിൻഡിക്കേറ്റിന്റെ സൈഡിൽ നിന്നുള്ള വെല്ലുവിളി. മറ്റൊന്ന് 1967 നഷ്ടമായ പോപ്പുലർ സപ്പോർട്ട് തിരിച്ചു പിടിക്കുക എന്നത്. അപ്പൊ പോപ്പുലർ സപ്പോർട്ട്, സിൻഡിക്കേറ്റിനെ ഏകദേശം ഇന്ദിരാഗാന്ധിക്ക് മറികടക്കാൻ കഴിയും, അതിനുള്ള തന്ത്രങ്ങൾ ഇന്ദിരാഗാന്ധി ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇനി പോപ്പുലർ സപ്പോർട്ട്, ജനപിന്തുണ തിരിച്ചു പിടിക്കുവാനായിട്ട് ലെഫ്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 10 പോയിന്റ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ലെഫ്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാംസിലൂടെയും 10 പോയിന്റ് പ്രോഗ്രാംസിലൂടെയും പോപ്പുലർ സപ്പോർട്ട് തിരിച്ചു പിടിക്കാൻ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തയ്യാറായി.